എൻ്റെ പേര് മാർക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ ഒരു ഹൗസ് സിറ്റിംഗ് അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ചില കേസസിലൊക്കെ ഈ ഹൗസ് സിറ്റർമാർ മരിച്ചു പോകാറുണ്ട്. അതാണെങ്കിൽ ഇതിലും ഭേദമാണെന്ന് വരെ പറയാം. എങ്കിലും സംഭവം അതേപോലെ തന്നെ ഭയങ്കരമായിരുന്നു. വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടുപ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വട്ട് കേസ് ഉണ്ട്. ആളുടെ പേരാണ് മിസ് ക്രോണസ്റ്റ്. അതൊരു പ്രായമായ സ്ത്രീയാണ്. പുറമേ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു വയസ്സായ സ്ത്രീ എന്നേ തോന്നും. നിങ്ങൾ ടൗണിൽ വെച്ചൊക്കെ ആളെ കാണുകയാണെങ്കിൽ ആൾക്ക് വട്ടമൊന്നുമില്ല എന്നേ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ആളുടെ അടുത്ത് നിങ്ങൾ ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തോ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടെന്ന്. ഇപ്പോൾ ആ സ്ത്രീക്ക് ആരെങ്കിലും വായടച്ച് മിണ്ടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുക. ഈ സ്ത്രീ ഇനി ആരോടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് അവർ അൺകംഫർട്ടബിൾ ആവും വിധം അവരോട് ചേർന്ന് നിന്ന് സംസാരിക്കും. അങ്ങനെ പലതും. ആ സ്ത്രീയുടെ വേറൊരു വട്ടം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും ആളുടെ കൂടെ താമസിക്കുന്ന ചിലരെ കുറിച്ച് ഈ സ്ത്രീ സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നിയത് ആൾക്കെന്തോ മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡില്യൂഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം താമസിച്ചതുകൊണ്ട് എനിക്കറിയാം ഇതൊന്നുമല്ല കാര്യമെന്ന്. പിന്നെ ഞാൻ എന്തിനാണ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ഹൗസ് സിറ്റിങ്ങിന് പോയത് എന്ന ചോദ്യം. എനിക്കൊരു പുതിയ ഗെയിം കൺസോൾ മേടിക്കാൻ പൈസ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറും ഒഴിവാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളെ കാണുന്നതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അമ്മായിയുടെ പൂന്തോട്ടത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ആൻറ്റിയുടെ പെർഫെക്റ്റ് മകന് ഹാർവേർഡിൽ അഡ്മിഷൻ കിട്ടിയ കഥയും അവൻ്റെ മാർക്കും പിന്നെ എന്നെയും താരതമ്യം ചെയ്തിട്ടുള്ള സംസാരമൊന്നും കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോഴാണ് മിസ് ക്രോണസ്റ്റിന് 3.5 ആഴ്ചത്തേക്ക് ഹൗസ് സിറ്ററിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ചാടിപ്പിടിച്ചത്. അത് ഞാൻ മിസ് ക്രോണസ്റ്റിന്റെ വീട് കണ്ടപ്പോൾ അതിന്റെ വലിപ്പം കണ്ട് ഞാൻ ഷോക്കായിപ്പോയി. ഇതിന്റെ മുൻപൊക്കെ ഞാൻ അതിലൂടെ കാർ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തുനിന്ന് വീട് കാണുന്നത് ആദ്യമായിട്ടാണ്. 2 നില വീട്, റെഡ് കളർ പെയിന്റ്. എങ്കിലും പെയിന്റ് ഒക്കെ ചെറുതായി ഇളകി അടിയിലുള്ള തടിയൊക്കെ പുറത്ത് കാണായിരുന്നു. മിസ് ക്രോണസ്റ്റ് വാതിൽ തുറന്ന് എന്നെ സ്വീകരിച്ചു. ആൾ എങ്ങോട്ട് പോവാനായിട്ട് ഒത്തിരി വൈകിയ പോലെയായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട് ചുറ്റി കാണിച്ചു തരാൻ ആൾക്ക് സമയം ഉണ്ടായില്ല. പകരം ആൾ എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ ചുരുട്ടി വെച്ചിട്ട് പെട്ടെന്ന് നടന്ന് സ്ഥലം വിട്ടു. ഓരോ റൂമിനും ഓരോ റൂൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വായിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഈ റൂൾസ് കാരണം ഈ ജോലി എടുത്തതിൽ എനിക്ക് ഏതാണ്ട് വിഷമം തോന്നി. കുറേ റൂൾസ് നോർമലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിൽ. ഉദാഹരണത്തിന് മിസ് ക്രോണസ്റ്റിന്റെ ബെഡ്റൂമിന്റെ റൂൾസ് ഇതായിരുന്നു: എൻ്റെ ബെഡ്റൂമിലേക്ക് കയറരുത്, ഡോർ അടച്ചു വെക്കുക, അതിനെപ്പറ്റി മറന്നേക്കുക, ആ റൂം അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ആൾക്ക് തന്നെ ആളുടെ ബെഡ്റൂമിൽ വേണ്ടാത്ത തീർച്ചയായും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഹൗസ് സിറ്റിങ്ങിന് പോവുകയാണെങ്കിലും ആളുടെ പ്രൈവസിയിൽ കയറാൻ ഞാൻ പോകുന്നില്ല. പിന്നെ വേറെ കുറേ റൂൾസ് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ പറയാം, എന്നെ ടെൻഷനിലാക്കിയ റൂൾസ്. തുടക്കത്തിൽ തന്നെ വേറെ കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റബ്ബി എന്ന് പേരുള്ള ഒരാളെ. അത് ആളുടെ പെറ്റാണോ, ആൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഈ ലിസ്റ്റ് ശരിക്കും എത്രമാത്രം വിചിത്രമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. റൂൾസ്: നിങ്ങളുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി ദയവായി ഈ റൂൾസ് ഫോളോ ചെയ്യുക. എൻ്റെ ബെഡ്റൂമിലേക്ക് കയറരുത്, ഡോർ അടച്ചു വയ്ക്കുക, അതിനെപ്പറ്റി മറന്നേക്കുക, ആ റൂം അവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഗസ്റ്റ് റൂം: രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിൽ റൂം വിട്ട് പുറത്തേക്ക് പോകരുത്. വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും സൗണ്ട് കേട്ടാൽ പോലും ഇറങ്ങരുത്. പുറത്ത് ഇറങ്ങരുത്, അത് അവരുടെ കളിക്കുന്ന സമയമാണ്. അലമാരയിൽ എക്സ്ട്രാ ബെഡിങ് ഉണ്ട്. റൂമിൻ്റെ വെളിയിൽ നിന്ന് അകത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നതേട്ടാ നിങ്ങൾക്ക് ഓൾറെഡി റൂം സർവീസ് ഉണ്ടെന്ന് അവരോട് പറയുക. ലിയോ എന്നൊരു സിംഹത്തിൻ്റെ പാവയുണ്ട്. അതിന് ബെഡിൽ തന്നെ ഇരിക്കാൻ സമ്മതിക്കണം. അവന് ഇരുട്ടിനെ പേടിയാണ്. ബാത്റൂം: കുളിക്കുമ്പോൾ പാട്ട് പാടരുത്, ജെയിനിന് ജലസാവും. കിച്ചൺ: ബാക്കി വന്ന ഫുഡ് ഒരിക്കലും പുറത്ത് വയ്ക്കരുത്, ഉടൻ തന്നെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുക. ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാൾക്ക് കൂടി വെക്കാൻ മറക്കരുത്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ടേബിളും ക്ലീൻ ചെയ്യുക. ലിവിംഗ് റൂം: ഓരോ ദിവസം ഇടവിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് അതിനെ തൊടരുത്. ചെടികളെ വേറെ റൂമിലേക്ക് മാറ്റരുത്. ചെടികൾ എങ്ങനെയെങ്കിലും വേറെ റൂമിലുണ്ടെങ്കിൽ ചെടികളിൽ തൊടാതെ അതിനെടുത്ത് ലിവിംഗ് റൂമിലേക്ക് മാറ്റാം. ലിവിംഗ് റൂമിലോ ചെടികളുള്ള ഏതെങ്കിലും റൂമിലോ ഉറങ്ങിപ്പോകരുത്. സ്റ്റുഡിയോ: പെയിന്റിങ്സ് കാണാം, പക്ഷെ അതിൽ തൊടരുത്. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പെന്നുകളും പെയിന്റുകളും ഉണ്ട്, പക്ഷെ ക്യാബിനറ്റിലെ ഓയിൽ പെയിന്റുകളിൽ തൊടരുത്, അത് എക്സ്പെൻസീവ് ആണ്. റൂമിൽ മിറേഴ്സ് പാടില്ല. അവൾ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അവൾ എന്ത് തന്നെ ചെയ്താലും വെറുതെ ചിരിച്ചുകൊണ്ട് തലയാട്ടുക. അവളെ നോക്കരുത്. സ്റ്റബ്ബിയുടെ റൂം:
റൂമിൽ നിന്ന് ഒരു സാധനം പോലും മാറ്റരുത്. വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവിടെ വലിയ അലങ്കോലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നിനും തൊടരുത്. ഇതിൽ ചെടികൾ ഉൾപ്പെടുന്നില്ല. ഇതിനുള്ളിൽ ഏതെങ്കിലും ചെടി കണ്ട അതെടുത്ത് മാറ്റുക. അത് സ്റ്റബ് ചെയ്തതല്ല. എന്തെങ്കിലും സാധനം കാണാനില്ലെങ്കിൽ അതിനുള്ളിൽ അത് തെരഞ്ഞു പോകരുത്. റൂമിൻ്റെ ഡോർ എപ്പോഴും തുറന്നിട്ടിരിക്കുക. ഡോർ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് തുറക്കുക. ജനറൽ, നിങ്ങൾ സ്റ്റബിയെ കണ്ട ചേസ് ചെയ്ത് പോകരുത്. അതൊരു കളിയാണെന്ന് വിചാരിക്കും. പിന്നെ ആ കളി ഒരിക്കലും അവസാനിക്കുകയില്ല. എവറി ട്യൂസ്ഡേ ഗാർബേജ് ട്രക്ക് വരും. അതുകൊണ്ട് ഗാർബേജ് ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം. തീർച്ചയായും ഈ ഗാർബേജ് ട്രക്ക് വരുന്ന സമയം, എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കണം എന്നുള്ളതൊക്കെ ഒരു ഹൗസ് സിറ്റിങ്ങിൻ്റെ ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ചെടികളുള്ള ഒരു റൂമിൽ ഉറങ്ങാൻ പറ്റാത്തത്? പിന്നെ എന്തിനാണ് ഈ ചെടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ആരാണ് ഈ പേരുകളൊക്കെ? ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ആ ലിസ്റ്റ് അവളുടെ ഒരു ഭ്രാന്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിരിക്കും എന്നാ. ഏതായാലും ഞാൻ അതിനെ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. ഞാൻ വീട് ചുറ്റി കാണാൻ തീരുമാനിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത്യാവശ്യം വലുതാ. ഒരു സ്വേർലി സ്റ്റെയർ കേസ് കണക്ട് ചെയ്തിരിക്കുന്ന 2 ഫ്ലോർ, ആകെ 8 റൂമുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ, ലിവിംഗ് റൂം, സ്റ്റുഡിയോ, പിന്നെ വാഷിംഗ് മെഷീൻ കൂടിയുള്ള ഒരു ബാത്റൂം എന്നിവ ഉണ്ടായിരുന്നു. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു ബാത്റൂം, പിന്നെ ഒരു സ്റ്റോറേജ് റൂമും ഉണ്ടായിരുന്നു. സ്റ്റോറേജ് റൂമിൽ പഴയ ന്യൂസ് പേപ്പർ, അഴുക്ക് പിടിച്ച പ്ലേറ്റ്, കാർ വീൽസ്, പൊട്ടിയ ഫർണിച്ചർ, പിന്നെ ഒരു കോർണറിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ഷാൻഡലിയർ തുടങ്ങിയ എല്ലാത്തരം സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് സ്റ്റബി എന്ന ക്യാരക്ടറിൻ്റെ റൂമാണെന്ന് ഊഹിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ആ റൂമിൽ ആകെ മൊത്തത്തിലുള്ള അലങ്കോലങ്ങൾ ഒട്ടും സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് ഡോർ അടച്ച് അതെൻ്റെ കണ്ണിൽ പെടാത്ത രീതിയിലാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ റൂൾസിൽ ഒരെണ്ണം ഡോർ തുറന്നിടണം എന്നതായിരുന്നല്ലോ. അത് കംപ്ലീറ്റ്ലി ഇല്ലോജിക്കലാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും എനിക്ക് തന്ന ആ ലിസ്റ്റ് ഞാൻ വെറുതെ അവഗണിക്കാൻ പോയില്ല. എന്തായാലും മിസ് ക്രോണസ്റ്റ് ആണല്ലോ എനിക്ക് പൈസ തരുന്നത്. അപ്പോൾ ആള് തന്ന റൂൾസ് ഫോളോ ചെയ്യാൻ ഞാൻ മിനിമം ട്രൈ ചെയ്യണമല്ലോ. ബാക്കി വീട് ഭാഗ്യവശാൽ ക്ലീൻ ആയിരുന്നു. ലിവിംഗ് റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഏകദേശം ഒരു വാൾ മുഴുവൻ കവർ ചെയ്യുന്ന വലിയ ഗ്ലാസ് വിൻഡോസ് അതിലുണ്ടായിരുന്നു. ഈ ഗ്ലാസ് വാളിനോട് ചേർന്ന് വലിയ പോട്ടഡ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആകെ 8 ഉണ്ടായിരുന്നു. അവയെല്ലാം ഒരേ തരം പൂക്കളില്ലാതെ വലിയ ഇലകളുള്ള ഉയരമുള്ള ചെടികളായിരുന്നു. റൂമിലെ ചെടികൾക്ക് അരികിലായി 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു പർപ്പിൾ സോഫ, അതിന് മുന്നിലായി പഴയ ഒരു വലിയ TV ഉണ്ടായിരുന്നു. കിച്ചൺ നല്ല വലുതായിരുന്നു. നടുവിലായി ഒരു ടേബിളും 2 ചെയറുകളും ഉണ്ടായിരുന്നു. മിസ് ക്രോണസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ആളുടെ സ്റ്റുഡിയോ കണ്ടപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് ആളുടെ പെയിൻറ്റിങ്സ് കൊണ്ട് നിറഞ്ഞിരുന്നു. വാളുകളിലും ഷെൽഫുകളിൽ അടുക്കി വെച്ച നിലയിലും വലിയതും ചെറിയതുമായ ക്യാൻവാസസ് ഉണ്ടായിരുന്നു. ഒരു കോർണറിൽ വിവിധ തരം പെയിന്റുകളുള്ള ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. അവിടെ മിസ് ക്രോണസ്റ്റിൽ നിന്നുള്ള വേറൊരു നോട്ട് എനിക്ക് കിട്ടി. ആ നോട്ട് ചെറുതായിരുന്നു. അതിൽ ഇത്ര മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു: നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. സാധാരണയാണെങ്കിൽ ഒറിജിനൽ ക്യാൻവാസിൽ പെയിന്റ് ചെയ്ത് നോക്കാൻ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചാടി വീണനെ. പക്ഷെ ആ റൂം എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ തന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എങ്കിലും മിസ് ക്രോണസ്റ്റിന്റെ പെയിന്റിങ്സ് കാരണമാണ് അതെന്ന് എനിക്ക് തോന്നി. അതൊക്കെ നല്ലതായിരുന്നു. പലതരം പ്ലേസസ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഒരേ ഒരു രൂപം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഫറിന് പകരം ടോർക്കോയ്സ് സ്കെയിൽസ് ഉള്ള ഒരു നായയെ പോലെയുള്ള ചെറിയൊരു ഭീകര ജീവിയായിരുന്നു അത്. അതിൻ്റെ മൂക്ക് പിളർന്നിരുന്നു. താഴത്തെ ചുണ്ട് അയഞ്ഞു കിടക്കുന്നത് വഴി കൂർത്ത പല്ലുകളുടെ നിര കാണാമായിരുന്നു. തവളയുടെയോ ആടിൻ്റെയോ പോലെയുള്ള ഹോറിസോണ്ടൽ പ്യൂപ്പിൾസ് ഉള്ള വലിയ മഞ്ഞ കണ്ണുകളായിരുന്നു അതിന്. ഈ ജീവിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയി തോന്നിയത് അതിന് കാൽപാദങ്ങൾക്ക് പകരം മനുഷ്യന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ ഡിസ്കസ്റ്റിംഗ് സാധനം എല്ലാ പെയിന്റിങ്സിലും ഉണ്ടായിരുന്നു. മിക്ക സമയത്തും അതായിരുന്നു ആ പെയിന്റിങ്ങിന്റെ മെയിൻ ഫോക്കസ്. എങ്കിലും അത് ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർട്ട് വർക്കിലൊക്കെ അത് നേരെ വ്യൂവറെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നേരെ എന്നെയായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് അതോടെ അത് മടുത്തു. ഞാൻ ആ റൂം വിട്ട് പുറത്തിറങ്ങി. ഡോർ ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മിസ് ക്രോണസ്റ്റിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായി ഗസ്റ്റ് റൂം അഥവാ എൻഡ് റൂം. അതൊരുപാട് ചെറുതൊന്നും ആയിരുന്നില്ല, വലുതും ആയിരുന്നില്ല. എൻ്റെ സാധനങ്ങൾ വെക്കാൻ ഒരു ഡെസ്ക്, എംപ്റ്റി ആയ ഒരു അലമാരയും അവിടെ ഉണ്ടായിരുന്നു. ബെഡ് എനിക്ക് കുറച്ചുകൂടി ചെറുതാണെന്ന് തോന്നി. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ തലേണയ്ക്കരികിലായി
ഒരു സിംഹത്തിൻ്റെ പാവ ഇരിക്കുന്നുണ്ടായിരുന്നു. ലിസ്റ്റിൽ പറഞ്ഞിരുന്ന ആ ലിയോ അതായിരുന്നു. അവൻ ബെഡിൽ തന്നെ ഇരിക്കണമെന്നാണ് ലിസ്റ്റിൽ പറഞ്ഞത്. എൻ്റെ കൈയുടെ അത്രമാത്രം വലിപ്പമേ അതിനുണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഞാൻ അവസാനമായി എപ്പോഴാണ് ഒരു പാവക്കുട്ടിയുടെ കൂടെ ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും അതുകൊണ്ട് എനിക്ക് എന്ത് ദോഷം വരാനാ? വീട് ചുറ്റി കണ്ടു കഴിഞ്ഞതോടെ ഞാൻ അവിടെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. എൻ്റെ ബാഗുകൾ വെച്ച് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ നോക്കി. അപ്പോഴാണ് ആ ലിസ്റ്റിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇൻ്റർനെറ്റ് പാസ്വേഡ് അതിലുണ്ടായിരുന്നില്ല. 3 ആഴ്ച ഇൻ്റർനെറ്റ് ഇല്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ മിസ് ക്രോണിസ്റ്റിനെ വിളിച്ചു. 9 തവണ റിങ് ചെയ്ത ശേഷമാണ് ആൾ ഫോൺ എടുത്തത്. ആൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയതുപോലെയാണ് ആൾക്ക് തോന്നിയത്. എന്നാൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ആൾ സോറി പറഞ്ഞു. മാത്രമല്ല പാസ്വേഡ് പറയാൻ ആൾക്ക് വലിയ സന്തോഷമായിരുന്നു. നോക്ക് ഓൺ വുഡ്, ഹൈഡ് ആൻഡ് സ്റ്റാബ് എന്നതായിരുന്നു പാസ്വേഡ് എന്നാൾ പറഞ്ഞു. ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രിയേറ്റീവായ പാസ്വേഡുകളിൽ ഒന്നായിരുന്നു അത്. ഉറപ്പായും ആ ഹൈഡ് ആൻഡ് സ്റ്റാബ് എന്ന ഭാഗത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ തോന്നേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് ആളെ പാവമായിട്ടാണ് തോന്നിയത്. മിസ് ക്രോണിസ്റ്റ് സംസാരിക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആൾ ശരിക്കും ഒരു ടാലൻറ്റഡ് ആയ ആർട്ടിസ്റ്റ് ആണെന്നും മനസ്സിലായി. പക്ഷെ ആൾ തന്ന ലിസ്റ്റിൽ നിന്ന്, ആളുടെ പെയിൻറ്റിങ്സിൽ നിന്ന്, ഒടുവിൽ ആളുടെ പാസ്വേഡ് വരെ ആളുടെ ലൈഫ് മുഴുവൻ ഈ ഹാലൂസിനേഷൻസിൻ്റെ കൺട്രോളിലാണെന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നെ സംബന്ധിച്ച് ആളോടുള്ള ദയ അധിക നേരം നീണ്ടു നിന്നില്ല. എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടിയതുകൊണ്ട് ഒരു ഫ്രണ്ട് അയച്ച തമാശ വീഡിയോ കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആദ്യത്തെ 2 ആഴ്ചകളൊന്നും സംഭവിച്ചില്ല. ഞാൻ ഫുഡ് കഴിച്ചു, ഉറങ്ങി, ഇൻ്റർനെറ്റിൽ കളിച്ച് നടന്നു. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഈസിയായി ഞാൻ സമ്പാദിക്കുന്ന പൈസയാണിതെന്ന് എനിക്ക് തോന്നി. എന്നാൽ ആ 2 ആഴ്ചകൾ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു. 3-ാമത്തെ ആഴ്ചയിലായിരുന്നു ചുമരിൽ തട്ടുന്ന ആ സൗണ്ട് ഞാൻ കേട്ടത്. ഞാൻ കിടന്നുറങ്ങാൻ നേരം തന്നെ അത് സംഭവിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് അതെൻ്റെ തോന്നലായിരിക്കും എന്നാ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ നോക്കി. പക്ഷെ വീണ്ടും ആ സൗണ്ട് കേട്ടു. വിരലുകൾ മരത്തിൽ തട്ടുന്ന ശബ്ദം. പാതിരാത്രിക്ക് ശേഷം ആരെങ്കിലും ഡോറിൽ തട്ടാൻ സാധ്യതയുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ എഴുന്നേറ്റിരുന്നു. സമ്മർ ഹീറ്റ് ആയിരുന്നിട്ടും തറ ഭയങ്കര തണുത്തതായിരുന്നു. അതുകൊണ്ട് കാലുകൾ താഴെ ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് മടിച്ചു. പിന്നെ ഞാൻ ഗസ്റ്റ് റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. അത് അടഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ ഡോർ അടച്ചിടാൻ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ജീവനെ രക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ ഡോറ് തുറക്കാൻ പോയപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു ഗട്ട് ഫീലിംഗ്. ഞാൻ വീണ്ടും ആ തട്ടുന്ന സൗണ്ട് ശ്രദ്ധിച്ചു. അത് വീടിൻ്റെ മെയിൻ ഡോറിൽ നിന്നല്ല വരുന്നത്, പകരം എൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ നിന്നാണ്. എങ്ങനെയാണ് ആരോ വീടിനുള്ളിൽ കയറിയതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ എന്തിനാണ് അവർ ചുമരുകളിൽ തട്ടുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു പേടിത്തൊണ്ടനായിരിക്കാം. പക്ഷേ ആ സൗണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്നാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ഞാൻ തിരിച്ച് ബെഡിലേക്ക് പോയി. ഞാൻ പുതുപ്പ് തല വഴി മൂടി പൊതിച്ചു. ആ സിംഹത്തിൻ്റെ പാവയുടെ കൂടെ അവിടെ കിടന്നു. ആ സൗണ്ട് നിൽക്കുന്നതുവരെ ഒരു കുട്ടിയെ പോലെ ഞാൻ ഒളിച്ചിരുന്നു. വിൻഡോസിൽ നിന്ന് വെളിച്ചം വരുന്നതുവരെ ഞാൻ എഴുന്നേക്കാൻ തയ്യാറായില്ല. വീടിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യവെളിച്ചം വന്നതോടെ എൻ്റെ ധൈര്യം തിരിച്ചു വന്നു. സേഫ്റ്റിക്കായി കിച്ചണിൽ നിന്നൊരു കത്തി എടുത്തു. എന്നിട്ട് ഒരു ഇൻട്രൂഡറെ തേടി ഓരോ റൂം തപ്പാൻ തുടങ്ങി. സാധാരണയിൽ കവിഞ്ഞൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം ആരോ ചിരിക്കുന്നത് ഞാൻ കേട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കാൻ നിന്ന ഉടനെ അത് അപ്രത്യക്ഷമായി. ഞാൻ അവസാനമായി പരിശോധിച്ച റൂം സ്റ്റുഡിയോ ആയിരുന്നു. എല്ലാ പെയിൻറ്റിങ്സും അതിലാ വല്ലാത്ത ചിത്രങ്ങളും എൻ്റെ ഓർമ്മയിലുള്ളത് പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഷെൽഫുകളിൽ ഒന്നിൽ കത്തിവെച്ച് ഒരു ദീർഘശ്വാസം വിട്ടു. ഇൻട്രൂഡേഴ്സിൻ്റെ ഒരു ലക്ഷണവുമില്ല. പഴയൊരു വീടിൻ്റെ പലകകൾ അനങ്ങുന്ന ശബ്ദം മാത്രമായിരിക്കും അതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അനാവശ്യമായി പേടിച്ചതോർത്ത് എനിക്ക് ചെറിയ നാണക്കേടും തോന്നി, ഒപ്പം ഒരു സമാധാനവും. ഞാൻ കത്തിയെടുക്കാൻ ചെന്നപ്പോൾ അത് അവിടെ കാണാനില്ല. ഞാൻ ഷെൽഫിൻ്റെ അടിയിലൊക്കെ നോക്കി, പക്ഷേ അവിടെ ഒന്നും ഉണ്ടായില്ല. എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നോ അതോ ഞാനത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചതാണോ എന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി. ഏതായാലും ആ റൂമിൽ ഇനി നിൽക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഡോർ അടച്ചു. ഒരു ബാരിക്കേഡ് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അതിൻ്റെ മുന്നിൽ ഒരു ചെയറും വെച്ചു. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് ഞാൻ എൻ്റെ ഡെയിലി കാര്യങ്ങളിലേക്ക് കടന്നു. ഞാൻ ഫുഡ് കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ക്ലീൻ ചെയ്തു. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു. അവസാനത്തെ ചെടിക്കും വെള്ളം ഒഴിച്ച് തീർന്നപ്പോൾ എനിക്കൊന്ന് കോട്ടുക വന്നു. രാത്രി ആ തട്ടുന്ന സൗണ്ട് കാരണം ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. ഞാൻ സോഫയിൽ ചെന്നിരുന്നു. ചെടികളുടെ കൂടെയുള്ള റൂമിൽ ഞാൻ ഉറങ്ങരുതെന്ന് മിസ് ക്രോണിസ്റ്റിന് നിർബന്ധം ഉണ്ടായിരുന്നു.
പക്ഷെ മുകളിലേക്ക് നടന്നു പോയി കിടക്കാൻ എനിക്ക് തീരെ വയ്യാത്തത്ര ടയേർഡായിരുന്നു. എനിക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം, ഒരു ചെറിയ മയക്കം മാത്രം. അതുകൊണ്ട് എന്ത് ദോഷം വരാനാ? എൻ്റെ കാലിൽ എന്തോ തൊട്ടതുകൊണ്ട് എൻ്റെ ഉറക്കം തടസ്സപ്പെട്ടു. സ്വപ്നം കാണാൻ തുടങ്ങുന്ന അത്ര സമയം പോലും ഞാൻ ഉറങ്ങിയിരുന്നില്ല. എങ്കിലും എനിക്ക് എവിടെയാണെന്നൊരു ബോധവും ഇല്ലായിരുന്നു. ഞാൻ കണ്ണുകൾ തിരുമ്മി എന്തിനാണ് ഞാൻ എഴുന്നേറ്റതെന്ന് ആലോചിക്കാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ ശരീരത്തിലൂടെ ഒരു കടുത്ത വേദന കടന്നുപോയി. എൻ്റെ വലത്തെ കാലിൽ എന്തോ ശക്തിയായി അമർത്തുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് നോക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതൊരു ചെടിയായിരുന്നു. ജനലിൻ്റെ അടുത്ത് വെച്ചിരുന്ന ആ പോട്ടഡ് പ്ലാന്റ്സിലൊന്ന്. അതെങ്ങനെയോ ചട്ടി സഹിതം ജനലിൻ്റെ അരികിൽ നിന്ന് സോഫയുടെ അടുത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ വലിയ ഇലകളിലൊന്ന് എൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് കൂടുതൽ മുറുകിയപ്പോൾ ഞാൻ ഉറക്കെ ഒച്ച വെച്ചു. എൻ്റെ തൊലിയിലേക്ക് ആഴത്തിൽ കയറുന്ന ഒരു കയറ് പോലത്തെ ഒരു ഫീൽ എനിക്ക് തന്നു. എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ അതോടെ ബ്ലോക്കായി. എൻ്റെ മറ്റേ കാൽ കൊണ്ട് ഞാൻ ആ ചെടിയെ തൊഴിച്ചു നോക്കി. അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ബാക്കി ഇലകളും അനങ്ങി എന്നെ പിടിക്കാൻ നോക്കി. എൻ്റെ മറ്റേ കാലും അതിന് കിട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സോഫയിലെ തലേണകൾ ഒരു ഷീൽഡ് പോലെ വെച്ചു. ആ തലേണകൾ എൻ്റെ കയ്യിൽ ഭദ്രമായി പിടിച്ച് ഞാൻ ആ ചെടിയെ തള്ളി മാറ്റി. ആ പച്ച ഭീകരനെ നേരിട്ട് തൊടാതെ അതിനെ താഴെ ഇടാൻ എനിക്ക് കഴിഞ്ഞു. അത് തറയിലേക്ക് വീഴുകയും ഭാഗ്യവശ എൻ്റെ കാല് വിടുകയും ചെയ്തു. ആ ഇല പതിഞ്ഞിരുന്ന സ്ഥലത്ത് എൻ്റെ തൊലിയിൽ പാടുകൾ അവശേഷിച്ചിരുന്നു. ആ ചെടിക്ക് തിരിച്ചു വന്ന് വീണ്ടും എന്നെ ആക്രമിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കി. ലിവിംഗ് റൂമിൽ നിന്ന് ഓടി പുറത്തിറങ്ങാൻ ഞാൻ എഴുന്നേറ്റു. പക്ഷെ എൻ്റെ പരിക്കേറ്റ കാലിൽ തട്ടി ഞാൻ വീണു. ഞാൻ ആ ചെടിയുടെ തൊട്ടടുത്തേക്ക് തെന്നി വീണു. ഭാഗ്യവശ അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉരുണ്ട് അതിൻ്റെ റീച്ചിൽ നിന്ന് മാറി. അപ്പോഴാണ് ഞാൻ ബാക്കി ചെടികൾ ശ്രദ്ധിച്ചത്. അവയെല്ലാം എന്നോട് ഒരുപാട് അടുത്തെത്തിക്കഴിഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ പോലും മെനക്കെട്ടില്ല. ലിവിംഗ് റൂമിൽ നിന്ന് പുറത്ത് കടക്കുന്നത് വരെ ഞാൻ മാക്സിമം സ്പീഡിൽ ക്രോൾ ചെയ്തു. ഞാൻ പിറകോട്ട് നോക്കിയപ്പോൾ അവ കൂടുതൽ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതോടെ എനിക്ക് ധാരാളമായി. ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല. എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇത് ക്ലിയർലി ഡേഞ്ചറസ് ആണ്. എൻ്റെ സാധനങ്ങൾ പോലും ഞാൻ എടുത്തില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നേരെ ഫ്രണ്ട് ഡോറിലേക്ക് ഓടി. പക്ഷെ ഡോറ് തുറന്നില്ല. ഞാൻ തള്ളി നോക്കി, വലിച്ചു നോക്കി, ഡോറിൽ ഇടിച്ചു നോക്കി. എന്നിട്ടത് അനങ്ങിയില്ല. എന്തോ ഒന്ന് അടച്ചു പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ചുമരുകൾക്കുള്ളിലൂടെ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഒരേ ഒരു സേഫ് സ്ഥലത്തേക്ക് ഞാൻ ഓടിപ്പോയി. ഗസ്റ്റ് റൂം, അതായത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ റൂം. ഞാൻ പടികൾ കയറി ഓടിച്ചെന്ന് അതിൻ്റെ പിന്നിലെ ഡോർ അടച്ചു. എൻ്റെ ലാപ്ടോപ്പിന് തൊട്ടടുത്തുള്ള ഡെസ്കിൽ മിസ് ക്രോണസ്റ്റ് എനിക്ക് തന്ന ആ ലിസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. ആദ്യത്തെ 2 ആഴ്ചകളിൽ ഞാൻ അതിലേക്ക് അധികം നോക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതൊരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. ഞാൻ ആ റൂൾസ് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിന്റെ വെളിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. അതൊരു യങ് മാനിന്റെ ശബ്ദം പോലെ തോന്നി. അയാൾക്ക് അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. എൻ്റെ ശരീരം തണുത്തുപോയി. ഇത് ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ആ ശബ്ദം വീണ്ടും വളരെ പൊളൈറ്റായി ആവശ്യപ്പെട്ടു. ഞാൻ ചുണ്ടുകൾ നനച്ചു. പക്ഷെ എൻ്റെ വായ വറ്റി വരണ്ടിരുന്നു. എങ്കിലും ഞാൻ ലിസ്റ്റിലെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തു. എൻ്റെ അടുത്ത് ഓൾറെഡി റൂം സർവീസ് ഉണ്ട്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു. അയാൾ സാഡായി ഒന്ന് ഗ്രണ്ട് ചെയ്തു. പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. ഞാൻ വീണ്ടും 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത ശേഷമാണ് ഡോറ് തുറന്നത്. ഞാൻ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ വീടിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോർമലായിട്ടാണ് കണ്ടത്. ചെടികളൊന്നും പടികൾ കയറി വന്നിട്ടുണ്ടായില്ല. കോർണറുകളിൽ മോൺസ്റ്റേഴ്സും ഉണ്ടായില്ല. ഗസ്റ്റ് റൂം വിട്ട് പുറത്തിറങ്ങാൻ എനിക്കൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷേ അവിടെ തന്നെ ഒളിച്ചിരുന്ന് മറ്റൊരാഴ്ച കൂടി സർവൈവ് ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് ഫുഡും വെള്ളവും ആവശ്യമായിരുന്നു. ആ ലിസ്റ്റ് കയ്യിൽ മുറുക്കി പിടിച്ച് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് നടന്നു. കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ഞാൻ ഫുഡും എടുത്ത് ഗസ്റ്റ് റൂമിൽ വന്ന് ഒതുങ്ങിയിരുന്നു. മിസ് ക്രോണസ്റ്റിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയണമായിരുന്നു എന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായത്. പക്ഷേ എനിക്ക് എൻ്റെ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ആ റൂമിലുണ്ടായിരുന്നില്ല. പുറം ലോകമുള്ള എൻ്റെ ഒരേ ഒരു ബന്ധം എൻ്റെ ഫോണായിരുന്നു. എനിക്കത് കിട്ടിയേ തീരൂ. റൂം വിട്ട് പുറത്തിറങ്ങാൻ പേടിയാണെങ്കിലും എനിക്ക് എൻ്റെ ഫോൺ കണ്ടുപിടിക്കണമെന്ന് അറിയാമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് ഡോറ് തുറന്നു. അവിടെ തറയിൽ റൂമിന് തൊട്ടു പുറത്തായി കാണാതായ കത്തി കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്തു. സ്റ്റെയർ കേസിൽ നിന്നൊരു ചിരി കേട്ടു. ഒരു സെക്കൻഡ് ആ പെയിന്റിങ്സിൽ കണ്ട ആ ഭീകര ജീവിയെ ഞാൻ കണ്ടു. അത് ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ ഒളിച്ച് വീണ്ടും ഒരു ചിരി ആ വീട് മുഴുവൻ നിറച്ചു. അതോടെ എനിക്ക് മതിയായി. എൻ്റെ ഫോൺ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എൻ്റെ ജീവൻ റിസ്ക് വെക്കാൻ മാത്രം വലുതായിരുന്നില്ല.
ഞാൻ ഡോറ് ക്ലോസ് ചെയ്ത് ഡെസ്ക് വെച്ച് അത് ബാരിക്കേഡ് ചെയ്തു. ഞാൻ ജനലിലൂടെ രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ അത് ഫ്രണ്ട് ഡോറ് പോലെ തന്നെയായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അത് തുറന്നില്ല. ഞാൻ അതിൽ ശക്തിയായി ഇടിച്ചു നോക്കി. അതെനിക്ക് തുറക്കാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആയിരുന്നു. എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിന് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പോയപ്പോഴേക്കും ഇന്റർനെറ്റ് കട്ടായിപ്പോയി. ഞാൻ ആ റൂമിൽ കുടുങ്ങിപ്പോയി. ഇനി എനിക്ക് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കാൻ മാത്രം വഴിയുണ്ടായുള്ളൂ. അടുക്കളയിൽ നിന്നെടുത്ത ഭക്ഷണവും വെള്ളവും ഞാൻ അളന്ന് കഴിച്ചിട്ട് പോലും ഏതാനും ദിവസങ്ങൾക്ക് മാത്രം അത് തികഞ്ഞുള്ളൂ. എങ്കിലും എൻ്റെ പ്രധാന പ്രശ്നം ആ മുട്ടുന്ന ശബ്ദമായിരുന്നു. തറയിലും ചുമരിലും സീലിങ്ങിൽ നിന്നൊക്കെ നിരന്തരമായി മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു സിംഹത്തിൻ്റെ പാവക്കുട്ടിയെയും കെട്ടിപ്പിടിച്ച് ഞാൻ ബെഡിൽ അനങ്ങാതെ ഇരുന്നു. അതിലേക്ക് നോക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് അത്രയും വിശ്വസിച്ചില്ല. എന്നാൽ അതിനെ അനക്കാനോ ശല്യപ്പെടുത്താനുള്ള ധൈര്യവും എനിക്കുണ്ടായില്ല. എനിക്ക് സമയത്തിൻ്റെ കണക്ക് തെറ്റി. ഞാൻ എന്നെ തന്നെ ഈ മുറിയിൽ പൂട്ടിയിട്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞു എന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഈ മുറിയിലിരുന്ന് മരിച്ചു പോയ എന്ത് സംഭവിക്കും? ഈ മുട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതിനേക്കാൾ ഭേദം അതാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. വിരലുകൾ തമ്മിൽ ഞൊട്ടുന്ന ശബ്ദം. ആ ശബ്ദം വീടാകെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പോലെ അല്ലായിരുന്നെങ്കിലും ആ ശബ്ദം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന പോലെയുള്ള ശബ്ദമായിരുന്നു. പിന്നെ ആ ശബ്ദത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ഞൊട്ടുന്ന ശബ്ദം കേട്ടതും ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും അവിടെ നിന്ന് പോയി. 2 തവണ സ്നാപ്പ് ചെയ്യുന്ന ശബ്ദം കേട്ടതും വീട് മൊത്തം സൈലൻ്റായി. ഇതുവരെ പുതിയ വല്ല ട്രിക്കായിരിക്കും എന്ന് കരുതി ഞാൻ പുതപ്പിൻ്റെ അടിയിൽ തന്നെ ഒളിച്ചിരുന്നു. പിന്നെ ആ നിശബ്ദതയിൽ സ്റ്റെപ്പുകൾ ആരോ ശാന്തമായി കയറി വരുന്നൊരു ശബ്ദം. അതടുത്തേക്ക് വരുംതോറും എൻ്റെ ഹാർട്ട് വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ആരാണ് വരുന്നതെങ്കിലും ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അറിയരുത്. ആ കാലിൻ്റെ ശബ്ദം ആ ഡോറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നു നിന്നു. എന്നിട്ട് ഡോറിൽ തട്ടൽ കേട്ടു. അതിൻ്റെ തൊട്ട് പിന്നാലെ മിസ് ക്രോണസ്റ്റിൻ്റെ ശബ്ദവും. ഞാൻ മറുപടി കൊടുത്തില്ല. എൻ്റെ സൈലൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് വാതിൽ ആഞ്ഞു തുറന്ന് മിസ് ക്രോണസ്റ്റ് അവിടെ നിൽക്കുന്നു. വന്നത് ശരിക്കും ക്രോണസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ തളർന്ന് തറയിലേക്ക് ഊർന്നു വീണു. മിസ് ക്രോണസ്റ്റ് ആശയക്കുഴപ്പത്തോടെ എന്നെ നോക്കിയെങ്കിലും ആൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ക്രോണസ്റ്റ് എന്നെ സഹായിക്കുകയും എനിക്ക് അവിടെ നിന്ന് പോവാമെന്ന് ക്രോണസ്റ്റ് പറയുകയും ചെയ്തു. മുൻവാതിലൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ തുറന്നു വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം തൻ്റെ മറ്റ് താമസക്കാരുടെ മോശമായ പെരുമാറ്റത്തിന് മിസ് ക്രോണസ്റ്റ് ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞു. പൈസ ഉടനെ തന്നെ അയച്ചു തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് പണത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്ന് മാത്രമായിരുന്നു. ഞാൻ ഇറങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മിസ് ക്രോണസ്റ്റിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. എൻ്റെ കാണാതായി പോയ ഫോൺ കിട്ടിയെന്നും പറഞ്ഞു. മിസ് ക്രോണസ്റ്റ് പറയുന്നതനുസരിച്ച് സ്റ്റബ്ബി എന്ന പേരുള്ള ആരോ ഒരു തമാശയ്ക്ക് വേണ്ടി ആ ഫോൺ ഒളിപ്പിച്ച് വെച്ചതാണെന്നാണ് പറയുന്നത്. ആ ഫോൺ എനിക്ക് തിരികെ തരാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ആളോട് ആ ഫോൺ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. നല്ല വിലയുള്ള ഫോണാണെങ്കിലും ആ വീടായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു.